നിക്കവിടെ. സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കും. കൂടട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ചുമാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയ നമസ്കാരം. എന്താ? ഒരു നല്ല ഇനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിൽപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പട്ടിക്ക് ഒരു സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗാ. കരീബിയൻ ഉണ്ടാകോ? അങ്ങനെ ഒരു ഇനമുണ്ടോ? വണ്ടിക്കകത്തുണ്ട്, വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിയൻ അകത്തുണ്ട്. ഹായ്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞേ. എന്നെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ പായും തലേനെ എടുത്തോളാം. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഓ ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാണ് റോഡിൽ പാവിരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരിപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താരം തല്ലിക്കൊള്ളൂ, താരം തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്നു വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വിഷം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊടിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണേ നോക്കി. എടോ, സേലത്തെ ലോറി ഉണ്ടെങ്കിൽ ഇവനത് കേട്ടുവിട്. ഇടക്കിറക്കിയെന്ന് പറയണം. അകത്തിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു. ഞാൻ വരില്ല. എന്നെ ലോക്കപ്പിൽ എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ. എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിക മനസാക്ഷി പോലുമില്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ. കൊല്ലടാ. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വെക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം. കൂടുതൽ ആവേശം കാണിക്കാതെ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ 2 ദിവസത്തെ സാവകാശം തരും. അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. അച്ഛന്റെയും മനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും. ചെല്ലേ നടക്കണോട്ടോ. സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസെ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും. അതുറപ്പാ. നമസ്കാരം. ഇല്ലാത്തോണ്ട് ഒടിഞ്ഞില്ല.
ഇടിച്ചോളൂ ഇടിച്ചോളൂ. എന്തൊക്കെയായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സാർ ഞാൻ നേരത്തെ പറയല്ലേ ഇയാൾക്ക് നല്ല സുഖമുള്ള വട്ടാണെന്ന്. ഇതെത്രയോ? 13, ഇതെത്ര? 14, ഇതോ? 15. എല്ലാത്തിനും 10 കയറ്റുണ്ട്. ഞാൻ തന്നെ കുറച്ചു നേരത്തേക്ക് ഭ്രാന്തരാവാം. വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ ഭ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. പ്രൊസീജിയർ നോക്കണ്ടേ സാർ? ഇവിടെ കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ, തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യുത പ്രതി ചികിത്സയ്ക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ല സാർ. അപ്പോ എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്. അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. അത്താനെ അവിടെ എത്തിക്ക് സാർ. നോക്കിയതല്ല, തട്ടതി പറയാൻ കയറിയതാ. തൽക്കാലം നീ അവിടെ വെള്ളം നീ വട്ടാണോ അയക്കാ പ്രാന്തം. കാല് പിടിക്കല്ലേ, പോലീസുകാരൻ കാല് പിടിക്കരുത്. നാണക്കേട്. പ്രാന്താശുപത്രി കൊണ്ടുപോകരുത്. അവിടെ നല്ല സുഖമാണ്. വാ. എന്തോന്ന് സുഖം, എനിക്കൊരു കുഴപ്പമില്ല.